ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഏലിയ സ്ലീവ മൂശാകാലത്തിൽ 4-ാം ഞായറാഴ്ചയിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ശ്രവിക്കുന്നത്. ഈ തിരുവചന ഭാഗത്തിന്റെ ആദ്യ വചനം, ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്, സമാധാനമല്ല വാളാണ് എന്ന് ഈശോ വചനത്തിൽ പറയുകയാണ്. ഒരു പരിധിവരെ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊരു വിരോധാഭാസമായിട്ട് തോന്നാം. കാരണം ദൈവത്തിന്റെ വചനത്തിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ രക്ഷകനായ ഈശോയുടെ വരവിനെ കുറിച്ച് ഏശയ്യാ പ്രവാചകൻ പറയുന്നത് സമാധാനത്തിന്റെ രാജാവ് എന്നാണ്. ഈശോ ശിഷ്യന്മാരെ സുവിശേഷ ദൗത്യത്തിന് പറഞ്ഞു വിട്ടപ്പോൾ അവരോട് പറയുന്നത്, നിങ്ങൾ കടന്നു ചെല്ലുന്ന ഭവനങ്ങളിൽ സമാധാനം ആശംസിക്കണമെന്നാണ്. ഉത്തിതനായ ഈശോ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരെയും മറ്റുമൊക്കെ അഭിസംബോധന ചെയ്തത്. അങ്ങനെ സമാധാനം സ്ഥാപിക്കാൻ അല്ലെങ്കിൽ സമാധാനം ആശംസിക്കുന്ന ഒരു കർത്താവിൻ്റെ വചനത്തിൽ സമാധാനമല്ല വാളാണ് എന്ന് കർത്താവ് പറയുന്ന ഈ വചനം എന്തുകൊണ്ട് അത് പറയുന്നു എന്നുള്ളതും എന്താണ് ഈ വാൾ എന്നുള്ളതും ഒക്കെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം. എന്താണ് സമാധാനം നഷ്ടപ്പെടാൻ കാരണം, എന്തുകൊണ്ട് ഭിന്നതകൾ ഉണ്ടാകുന്നു എന്നുള്ളതെല്ലാം ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ചില സാഹചര്യങ്ങളാണ്. കാരണം ഭിന്നിപ്പുകൾ ഇന്ന് ഒരു കുടുംബത്തിൽ മുതൽ ഒരു സമൂഹത്തിൽ വരെ പല രീതിയിലും പല തോതിലും നമുക്ക് കാണാൻ കഴിയും. ഈ ഭിന്നതകൾ പലപ്പോഴും കുടുംബത്തിൻ്റെ സമാധാനവും ഒരു സമൂഹത്തിൻ്റെ സമാധാനവും നഷ്ടപ്പെടുന്നതിന് കാരണമായിട്ട് ഒരുപാട് അനുഭവങ്ങളൊക്കെ നമ്മൾ കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് ഈ സമാധാനം നഷ്ടപ്പെടുന്നതും ഈ ഭിന്നത ഉണ്ടാകുന്നതിന് കാരണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ നിന്നും നമ്മൾ വ്യതിചലിച്ചു പോവുക എന്നുള്ളതാണ്. ദൈവത്തിൽ നിന്നും അകന്നു പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഭിന്നതകൾ ഉണ്ടാകാനായിട്ടുള്ള കാരണം. രണ്ടാമത്, മനുഷ്യന്റെ ധാർമ്മികമായ അധപതനമാണ് ഈ ഭിന്നതകൾ ഉണ്ടാകാനായിട്ട് കാരണം. മൂന്നാമത്, തിന്മ പ്രവർത്തിക്കുന്ന മനുഷ്യന്റെ സാന്നിധ്യം ഭിന്നതകൾക്ക് കാരണമാകുന്നു. ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തെ അനുകൂലിക്കുന്നവരും അതിനെ എതിർക്കുന്നവരും ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഭിന്നതകളെ ഒഴിവാക്കി സമാധാനം സ്ഥാപിക്കാൻ വന്നിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളെല്ലാവരുടെയും സമൂഹത്തിലും നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാകാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സമാധാനം സ്ഥാപിക്കാനായിട്ടാണ് ഈശോ വന്നിരിക്കുന്നത്. പക്ഷെ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ, ഈ സമാധാനം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, കർത്താവ് വാൾ എന്ന് പറഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്ന ഈ വചനം വിശുദ്ധ ഗ്രന്ഥത്തില് ഹെബ്രായർക്കാരുടെ ലേഖനത്തിൽ ഈ വാളിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ ദൈവത്തിന്റെ വചനത്തെ കുറിച്ചാണ് ഇതിനെക്കുറിച്ച് പറയുക. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ആഴത്തിൽ കടന്നു വരുമ്പോൾ മാത്രമാണ് ഈ സമാധാനം സ്ഥാപിക്കാൻ കഴിയുക, ഭിന്നതകളെ നമ്മുടെയൊക്കെ സമൂഹത്തിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും ഒഴിവാക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഭിന്നതകളില്ലാതെ സമാധാനമുള്ള ഒരു സമൂഹമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറാൻ. അവിടെ പലപ്പോഴും മനുഷ്യന്റെ സ്വാർത്ഥതയും ഇതിന് കാരണമാണ്. ഈശോ തുടർന്നുള്ള വചനത്തിൽ പറയുന്നുണ്ട്, പിതാവിനെയും മാതാവിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല, പുത്രനെയോ പുത്രിയെയോ എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് ഈശോ വചനത്തിൽ പറയുന്നുണ്ട്. അവിടെ മനുഷ്യന്റെ സ്വാർത്ഥത ദൈവം നമുക്ക് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മോട് പറയുകയാണ്. കാരണം സ്വാർത്ഥതയുണ്ടാകുമ്പോഴാണ് മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നതും ദൈവത്തെക്കാളും കൂടുതലായിട്ട് തൻ്റെ പിതാവിനെയും മാതാവിനെയും തൻ്റെ പുത്രനെയും പുത്രിയെയും അല്ലെങ്കിൽ സഹോദരങ്ങളെയൊക്കെ സ്നേഹിക്കുന്നത്. ഈശോ പറയുന്നു, അവരെക്കാളും ഉപരിയായിട്ട് എന്നെ സ്നേഹിക്കുന്നവൻ മാത്രമാണ് യോഗ്യനായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നാം ജീവിക്കുമ്പോഴും ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവിക ചിന്തയോടുകൂടെ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ സമാധാനം നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും സ്ഥാപിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുസ്മരിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ഭിന്നതകളൊക്കെ നമുക്ക്
മാറ്റാനായിട്ട് കഴിയും. ഭിന്നതകളുണ്ടാകാം സ്വാഭാവികമായിട്ടും. പക്ഷേ അതുണ്ടാകുമ്പോൾ അതിൽ നിന്നും അകലാനും അതിനെ മാറ്റാനും കഴിയുക ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയോടുകൂടെ ദൈവിക സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അങ്ങനെ സമാധാനം നിറഞ്ഞ ഒരു ജീവിതാന്തരീക്ഷം ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും നൽകണമേ. അവിടെ ദൈവികമായിട്ടുള്ള ചിന്തയോടുകൂടെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെല്ലാവരെയും ശക്തരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും എപ്പോഴും എന്നേക്കും